ലേണേഴ്സ് ചോദ്യാവലിൻ്റെ ലെവൽ 23 നോക്കാം. ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ഇതിനായി അധികാരപ്പെടുത്തിയ മറ്റ് വ്യക്തി ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അത്തരം ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും സെക്ഷൻ 19 പ്രകാരം അയോഗ്യതയ്ക്കോ അസാധുവാക്കൽ നടപടിക്കോ വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറാവുന്നതുമാണ്. ഓപ്ഷൻസ് നോക്കാം. സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന, സാധുവായ ഒരു പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ വാഹനം ഉപയോഗിക്കുന്നത്, സാധുതയുള്ള PUCC ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. ആൻസർ സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ വാഹനം ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം. ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ഇതിനായി അധികാരപ്പെടുത്തിയ മറ്റു വ്യക്തി ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അത്തരം ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും സെക്ഷൻ 19 പ്രകാരമുള്ള അയോഗ്യതയ്ക്കോ അസാധുവാക്കൽ നടപടിക്കോ വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറാവുന്നതുമാണ്. ഓപ്ഷൻസ് നോക്കാം. ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്ന, രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഉപയോഗിക്കുന്ന, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുക, സാധുവായ ഒരു പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. ആൻസർ ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്ന. അടുത്ത ചോദ്യം. ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ഇതിനായി അധികാരപ്പെടുത്തിയ മറ്റു വ്യക്തി ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അത്തരം ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും സെക്ഷൻ 19 പ്രകാരമുള്ള അയോഗ്യതയ്ക്കോ അസാധുവാക്കൽ നടപടിക്കോ വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറാവുന്നതുമാണ്. ഓപ്ഷൻസ് നോക്കാം. ഹെൽമറ്റ് ധരിക്കാത്ത പില്യൻ റൈഡറെയും കൊണ്ട് വാഹനം ഓടിക്കുന്ന, സാധുവായ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന, സാധുവായ ഒരു പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുക. ആൻസർ ഹെൽമറ്റ് ധരിക്കാത്ത പില്യൻ റൈഡറെയും കൊണ്ട് വാഹനം ഓടിക്കുന്ന. അടുത്ത ചോദ്യം. ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ഇതിനായി അധികാരപ്പെടുത്തിയ മറ്റു വ്യക്തി ഒരു വാഹനത്തിൻ്റെ റൈഡർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ അത്തരം ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും സെക്ഷൻ 19 പ്രകാരമുള്ള അയോഗ്യതയ്ക്കോ അസാധുവാക്കൽ നടപടിക്കോ വേണ്ടി അത് ലൈസൻസിംഗ് അതോറിറ്റിക്ക് കൈമാറാവുന്നതും ആണ്. ഓപ്ഷൻസ് നോക്കാം. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുക, സാധുതയുള്ള PUCC ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, എമർജൻസി വാഹനത്തെ കടത്തിവിടാതെയോ തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്യുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്ന, രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഉപയോഗിക്കുന്ന. ആൻസർ എമർജൻസി വാഹനത്തെ കടത്തിവിടാതെയോ തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്യുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്ന. അടുത്ത ചോദ്യം. വാഹനം ഓടിക്കുമ്പോൾ അഗ്നിശമന സേനയുടെ വാഹനമോ ആംബുലൻസോ മറ്റ് എമർജൻസി വാഹനമോ സമീപിക്കുമ്പോൾ റോഡിൻ്റെ വശത്തേക്ക് തൻ്റെ വാഹനത്തെ മാറ്റുന്നതിൽ വീഴ്ച വരുത്തുന്ന ഡ്രൈവർക്ക് പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 1000 രൂപ പിഴ, 2000 രൂപ പിഴ, 5000 രൂപ പിഴ, 10000 രൂപ പിഴ. ആൻസർ 10000 രൂപ പിഴ. അടുത്ത ചോദ്യം. മോട്ടോർ വാഹന നിയമനത്തിന് കീഴിൽ നിർദ്ദേശങ്ങൾ നൽകാൻ അധികാരമുള്ള ഏതെങ്കിലും വ്യക്തിയോ
അധികാരമോ നിയമപരമായി നൽകുന്ന ഏതെങ്കിലും നിർദ്ദേശങ്ങളോ മനഃപൂർവ്വം ലംഘിക്കുകയോ അല്ലെങ്കിൽ അത്തരം വ്യക്തിയെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ മറ്റൊരു പിഴയും ഈ കുറ്റത്തിന് നൽകിയിട്ടില്ലെങ്കിൽ ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 1000 രൂപ പിഴ, 2000 രൂപ പിഴ, 5000 രൂപ പിഴ, 10000 രൂപ പിഴ. ആൻസർ 2000 രൂപ പിഴ. അടുത്ത ചോദ്യം. മോട്ടോർ വാഹന നിയമപ്രകാരം ഏതെങ്കിലും വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെടുകയും അത്തരം വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചുവെക്കുകയോ അല്ലെങ്കിൽ തനിക്ക് തെറ്റാണെന്ന് അറിയാവുന്നതോ സത്യമെന്ന് വിശ്വസിക്കാത്തതോ ആയ വിവരങ്ങൾ നൽകുകയാണെങ്കിൽ മറ്റൊരു പിഴയും ഈ കുറ്റത്തിന് നൽകിയിട്ടില്ലെങ്കിൽ ഡ്രൈവർക്ക് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 1000 രൂപ പിഴ, 2000 രൂപ പിഴ, 5000 രൂപ പിഴ, 10000 രൂപ പിഴ. ആൻസർ 2000 രൂപ പിഴ. അടുത്ത ചോദ്യം. ഒരു മോട്ടോർ വാഹനത്തിന്റെ ഉടമ മോട്ടോർ വാഹന നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരം അനുവദനീയമല്ലാത്ത വിധത്തിൽ തന്റെ വാഹന ഭാഗങ്ങൾ രൂപമാറ്റം വരുത്തുകയോ വാഹനത്തിൽ രൂപമാറ്റം വരുത്തുകയോ ചെയ്താൽ ലഭിക്കുന്ന പരമാവധി പിഴ എന്താണ്? ഓപ്ഷൻസ് നോക്കാം. 1000 രൂപ പിഴ, 2000 രൂപ പിഴ, 5000 രൂപ പിഴ, 10000 രൂപ പിഴ. ആൻസർ 5000 രൂപ പിഴ. അടുത്ത ചോദ്യം. HSRP കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. അതിസുരക്ഷാ രജിസ്ട്രേഷൻ പ്ലേറ്റ്, ഹോളോഗ്രാം സ്റ്റാമ്പ് ചെയ്ത രജിസ്ട്രേഷൻ പ്ലേറ്റ്, ഹീറ്റ് സ്റ്റാമ്പ് ചെയ്ത രജിസ്ട്രേഷൻ പ്ലേറ്റ്, മുകളിൽ പറഞ്ഞ എല്ലാം. ആൻസർ അതിസുരക്ഷാ രജിസ്ട്രേഷൻ പ്ലേറ്റ്. അടുത്ത ചോദ്യം. HSRP ഘടിപ്പിച്ച മോട്ടോർ കാറിൽ എത്ര സ്ഥലങ്ങളിൽ രജിസ്ട്രേഷൻ മാർക്ക് പ്രദർശിപ്പിച്ചിരിക്കും? ഓപ്ഷൻസ് നോക്കാം. 2, 3, 4, 5. ആൻസർ 3. അടുത്ത ചോദ്യം. ഒരേ ദിശയിൽ പല ലൈനുകളായി തിരിച്ചിരിക്കുന്ന കാരിയേജ് വേയിൽ ഒരു ഹെവി വാഹനമോ സ്പീഡ് നിയന്ത്രിത വാഹനമോ ഓടിക്കേണ്ടത് ഏത് പാതയിലാണ്? ഓപ്ഷൻസ് നോക്കാം. വലതുവശത്തെ ലൈൻ, ഏതെങ്കിലും പാത, ഇടത്തെ പാത, പാതയൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ആൻസർ ഇടത്തെ പാത.
അടുത്ത ചോദ്യം, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാലുള്ള ശിക്ഷ. ഓപ്ഷൻസ് നോക്കാം. 500 രൂപ പിഴ, 500 രൂപ പിഴയും ലൈസൻസ് അയോഗ്യതയും, 1000 രൂപ പിഴ, 1000 രൂപ പിഴയും ലൈസൻസ് അയോഗ്യതയും. ആൻസർ 1000 രൂപ പിഴ. അടുത്ത ചോദ്യം, നല്ല ശമരിയക്കാരൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. വാഹനം തകരാറ് പരിഹരിക്കാൻ സഹായം നൽകുന്ന വ്യക്തി, അപകടത്തിൽപ്പെടുന്ന വ്യക്തിക്ക് സഹായം നൽകുകയോ അല്ലെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയോ ചെയ്യുന്ന വ്യക്തി, അപകട സ്ഥലത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്ന വ്യക്തി, ഗ്രാമീണ മേഖലയിൽ ഗതാഗതം ക്രമീകരിക്കുന്ന വ്യക്തി. ആൻസർ, അപകടത്തിൽപ്പെടുന്ന വ്യക്തിക്ക് സഹായം നൽകുകയോ അല്ലെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയോ ചെയ്യുന്ന വ്യക്തി. അടുത്ത ചോദ്യം, റോഡിന്റെ പശ്ചാത്തലത്തിൽ പച്ച നിറത്തിലുള്ള മാർക്കിംഗ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് നോക്കാം. ഇരുചക്ര വാഹനങ്ങളുടെ മാത്രം ലൈൻ, ബസ് ബേ, പൊതുഗതാഗത വാഹനങ്ങൾ മാത്രം, സൈക്കിൾ മാത്രം പോകുന്നതിന്. ആൻസർ, സൈക്കിൾ മാത്രം പോകുന്നതിന്. അടുത്ത ചോദ്യം, പിൻഭാഗത്തെ അണ്ടർ റൺ പ്രൊട്ടക്ടറിന്റെ കളർ എന്തായിരിക്കണം? ഓപ്ഷൻസ് നോക്കാം. ചുവപ്പും വെള്ളയും ഇടവിട്ടുള്ള വരകൾ, മഞ്ഞയും വെള്ളയുമുള്ള സീബ്ര വരകൾ, കറുപ്പും വെളുപ്പും ഇടവിട്ടുള്ള വരകൾ, ചുവപ്പും മഞ്ഞയും ഇടവിട്ടുള്ള വരകൾ. ആൻസർ, മഞ്ഞയും വെള്ളയുമുള്ള സീബ്ര വരകൾ. അടുത്ത ചോദ്യം, ഒരു വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. വാഹനത്തിൽ കൊണ്ടുപോകാവുന്ന അനുവദനീയമായ ഭാരം, ഒരു വാഹനത്തിൽ ചരക്ക് ഇല്ലാത്തപ്പോൾ ഉള്ള ഭാരം, വാഹനത്തിന്റെ ആകെ ഭാരവും വാഹനത്തിൽ കയറ്റാവുന്ന ചരക്കുകളുടെ അനുവദനീയമായ ഭാരവും കൂടുന്ന മൊത്തം ഭാരം സാക്ഷ്യപ്പെടുത്തി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നും ശരിയുത്തരമല്ല. ആൻസർ, വാഹനത്തിന്റെ ആകെ ഭാരവും വാഹനത്തിൽ കയറ്റാവുന്ന ചരക്കുകളുടെ അനുവദനീയമായ ഭാരവും കൂടുന്ന മൊത്തം ഭാരം സാക്ഷ്യപ്പെടുത്തി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു വാഹനത്തിന്റെ അൺലാഡൻ വെയിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. വാഹനത്തിന്റെ ആകെ ഭാരവും അനുവദനീയമായ ചരക്കുകളുടെ ഭാരവും കൂടുന്നത്, ഡ്രൈവറും അറ്റൻഡറും ഒഴികെയുള്ള വാഹനത്തിന്റെ ഭാരം, സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഉൾപ്പെടെ വാഹനത്തിന്റെ മാത്രം ആകെ ഭാരം, ഒരു വാഹനത്തിന്റെ ശൂന്യമായ ഭാരം. ആൻസർ, സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഉൾപ്പെടെ വാഹനത്തിന്റെ മാത്രം ആകെ ഭാരം.
അടുത്ത ചോദ്യം, 53 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എത്ര വർഷം വരെ അനുവദിക്കാം? ഓപ്ഷൻസ് നോക്കാം. 60 വയസ്സ് വരെ, 65 വയസ്സ് വരെ, 5 വർഷം, 10 വർഷം. ആൻസർ 60 വയസ്സ് വരെ. അടുത്ത ചോദ്യം, അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനം ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എത്ര വർഷത്തേക്കാണ്? ഓപ്ഷൻസ് നോക്കാം. 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം. ആൻസർ 3 വർഷം. അടുത്ത ചോദ്യം, ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എത്ര വർഷത്തേക്കാണ് നൽകുന്നത്? ഓപ്ഷൻസ് നോക്കാം. 3 വർഷം നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന് സമാനമാണ്, 10 വർഷം, 5 വർഷം. ആൻസർ 5 വർഷം. ഫിനിഷ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഈ ലെവലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.